മാർപ്പാപ്പ എന്താണോ പറഞ്ഞത്, ഈ ജെറി എന്താണോ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത്? ദൈവം തമ്പുരാന് മാത്രം അറിയാം. എലി എന്ന് പറഞ്ഞപ്പോ തൊലി എന്നായിരിക്കും ചിലപ്പോ പറഞ്ഞു കൊടുത്തത്. ഉണ്ണിയമ്മേ കുമ്പടി വന്നു, പാവം കരിയിൽ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതി. തലയൂരാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ അദ്ദേഹം തലയൂരുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ വരുന്ന സിനഡിൽ അദ്ദേഹത്തിന് മറുപടി കൊടുക്കേണ്ടി വരും, മുട്ട നിൽക്കേണ്ടി വരും. എന്ത് നേടാ കുറെ നേരമായല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. സഭാ സിനഡിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു മെത്രാൻ എത്രയധികം മുന്നോട്ട് പോകാൻ കഴിയും? എന്റെ വിനേഷേ, പറയട്ടെ മറുപടി ഇവര്. റിജു, അതിനുള്ള മറുപടി നമുക്ക് ഏതായാലും കേൾക്കാം. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. പറയാം ഇതിനൊക്കെ മറുപടി. എന്റെ കെന്നഡിയെ കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ്, ഒരു നിലവാരം പ്രതീക്ഷിച്ചാണ് ഇത്രയും കാലവും കെന്നഡിയുമായി പല ചർച്ചകളിലും, എനിക്ക് തോന്നുന്നൊരു 19 ചർച്ചകളിലെങ്കിലും നമ്മൾ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്. ഇത്രയും നിലവാരം താന്ന് കെന്നഡിയൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് തന്നെ പുച്ഛം തോന്നുകയാണ്. ഞാൻ എന്തൊരു മണ്ടൻ. അതിന് പിള്ളേരെ കൂടെ അറിയിക്കും. മാർപ്പാപ്പയുടെ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് എറണാകുളം അതിരൂപതയിൽ നിന്ന് അവിടെ പഠിക്കുന്ന ഒരു വൈദികനായിരിക്കും, അല്ല വൈദികനായിരുന്നു എന്ന് പറയുമ്പോൾ മാത്രം താങ്കൾ അത്ര മണ്ടനാണോ? അത് പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ? എനിക്ക് ഒരു കുഴപ്പമില്ല, മനസ്സിലാവുന്നില്ല. മാർപ്പാപ്പയ്ക്ക് ഏത് രാജ്യത്ത് നിന്ന് ഏത് ബിഷപ്പ് ചെന്നാലും അതിനെ പറ്റിയ ട്രാൻസ്ലേറ്റർ ഉണ്ട്. അല്ലാണ്ട് നമ്മൾ പറയുന്ന നമ്മുടെ കൂടെ ചെല്ലുന്ന വൈദികനല്ല അദ്ദേഹത്തിന്റെ ട്രാൻസ്ലേറ്റർ. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ഒരു കോമൺ സെൻസ് മാത്രം പോരെ താങ്കൾക്ക്? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. പിന്നെ മാർപ്പാപ്പയുമായി കണ്ടോ എന്ന് താങ്കൾക്ക് സംശയം. മാർപ്പാപ്പയുമായി കണ്ടതും അത് സംസാരിക്കുന്നതിന്റെ വീഡിയോയും ഫോട്ടോസും ഒക്കെ ഈ മാധ്യമങ്ങൾ എല്ലാവരും കണ്ടതാണ്. പിന്നെ മാർപ്പാപ്പ കൊടുത്ത ലെറ്റർ അന്ന് 27 നവംബർ 27 രാവിലെ കരിയലിന്റെ ഇടയലേഖനം മീഡിയ വഴി പുറത്ത് വന്നപ്പോൾ ഉടൻ തന്നെ സെന്റ് തോമസ് മൗണ്ടിൽ നിന്ന് ഇത് ഞാൻ അറിഞ്ഞില്ല എന്നും പറഞ്ഞ് കർദിനാൾ ആലഞ്ചേരി ലെറ്റർ പുറത്തു വന്നിരുന്നു. ആ സെക്കൻഡിൽ തന്നെ മാർപ്പാപ്പയുടെ ഭാഗത്തു നിന്ന് കർദിനാൾ സാന്ദ്രി വഴി കൊടുത്ത ലെറ്റർ അതേ നിമിഷം തന്നെ മീഡിയ വഴി ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. താങ്കൾ മാത്രം കണ്ടില്ലേ? ആരാണ് കാണാതിരുന്നത്? ഇപ്പൊ താഴെ നിന്ന് മനുഷ്യനല്ലേ ഇത്? ഇങ്ങനെ മുകളിൽ കേറിയതല്ല, എന്നെ കേറ്റിയതാ. കൃത്യമായി അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. താങ്കൾ ആരെയാണ് ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? പിന്നെ അടുത്ത സിനഡ് വരുമ്പോൾ എറണാകുളം അതിരൂപതയെ അങ്ങോട്ട് തീർത്ത് കളയും എന്നുള്ള ഭീഷണിയും, എറണാകുളം അതിരൂപതയിലെ വൈദികർ ഭാവിയിൽ അവർക്ക് മെത്രാനാവാൻ പറ്റില്ല എന്നുള്ള ഭീഷണിയൊന്നും എറണാകുളം അതിരൂപതയിൽ നടക്കില്ല. എന്റെ കെന്നഡി, എറണാകുളം അതിരൂപതയിലെ ഒരു മെത്രാന്മാരും ഒരു വൈദികരും നാളെ തൊപ്പി പ്രതീക്ഷിച്ച് കാലുമാറി അങ്ങോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു 5-8 പേർ ആലഞ്ചേരിയുടെ കൂടെ ഉണ്ടാവും. അവർക്ക് നിങ്ങൾ മെത്രാൻ സ്ഥാനോ കർദിനാൾ സ്ഥാനോ വേണമെങ്കിൽ അതിലും വലിയ പോസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൊടുത്തോളൂ. എറണാകുളം അതിരൂപതയുടെ വിശ്വാസികളോടും എറണാകുളം അതിരൂപതയുടെ പള്ളികളോടും എറണാകുളം അതിരൂപതയോടും ചേർന്ന് സ്വന്തം അമ്മയോട് ചേർന്ന് നിൽക്കുന്ന പോലെ നിൽക്കുന്ന 98% വൈദികരും 99% വിശ്വാസികളുമുണ്ട്. ബാക്കി 1% കെന്നഡിയെ പോലുള്ളവർ. അവർ ആരാണ് എന്നുകൂടി എനിക്ക് വ്യക്തമാക്കേണ്ടതുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് പല കാര്യങ്ങൾ കൊണ്ട് ഇവിടെ വന്ന് ഈ കെന്നഡി പോലും ചങ്ങനാശ്ശേരി രൂപതക്കാരനാണ്. എന്തുകൊണ്ട് എറണാകുളം രൂപതയിൽ നിന്ന് ഒരാൾ വന്ന് സംസാരിക്കുന്നില്ല? ചങ്ങനാശ്ശേരി രൂപതക്കാരനായി താങ്കൾ എന്ത് നിലവിലാണ് എറണാകുളം അതിരൂപതക്കാരനാന്ന് പറയുക? ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അതിർത്തിയിൽ പോയി ഒരു 6 മാസം താമസിച്ച് അവിടുത്തെ ഇടവകയിൽ ചേർന്നാൽ ഞാനും ചങ്ങനാശ്ശേരി അതിരൂപതക്കാരനാവും. പക്ഷേ രക്തം കൊണ്ട്, താമസം കൊണ്ട്, നമ്മളുടെ ഒരു സ്നേഹം കൊണ്ട്, നമ്മളുടെ സഹവാസം കൊണ്ട് ഞങ്ങളുടെ എറണാകുളം അതിരൂപതക്കാർ എന്ന് പറയുവാൻ താങ്കൾ ഇപ്പോഴും വളർന്നിട്ടില്ല. അതുകൊണ്ടാണ് താങ്കൾക്ക് എറണാകുളം അതിരൂപതയിൽ നിന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ കാക്കനാട് വന്ന് താമസിച്ചുകൊണ്ട് എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളെയും വൈദികരെയും വെല്ലുവിളിച്ചിട്ടും ഞങ്ങൾ ഇപ്പോഴും താങ്കളെ എറണാകുളം അതിരൂപതക്കാരനായി കാണുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ താങ്കളെയൊന്നും എറണാകുളം അതിരൂപതക്കാരിൽ കൂട്ടാൻ എറണാകുളം അതിരൂപതക്കാർ തയ്യാറാകില്ല. ഉള്ള കാര്യം പറയാതിരിക്കാൻ വയ്യ. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ.